വീണ്ടും സ്ത്രീ വിരുദ്ധ പരാമർശവുമായി സമസ്ത നേതാവ്. സമസ്ത കേരളർ ഇസ്ലാം മത വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡ് ചെയർമാൻ അബ്ദുള്ള മുസ്ലിയാറാണ് വിവാദ പരാമർശം നടത്തിയത്. സ്ത്രീകൾക്ക് പുരുഷന്റെ സ്വത്ത് നൽകേണ്ട കാര്യമില്ല, അവരുടെ ആജീവനാന്ത ചിലവ് വഹിക്കുന്നത് പുരുഷനാണ്, എന്നിട്ടും സ്വത്തിന്റെ പാതി അവർക്ക് നൽകുന്നത് മഹത്തരമായ കാര്യമാണെന്നായിരുന്നു വാക്കുകൾ. സ്വത്തവകാശത്തിൽ പകുതി ഉണ്ടല്ലോ, പുരുഷൻ്റെ പകുതി ഉണ്ടല്ലോ. അപ്പോൾ എത്രമാത്രം അവരെ ഇസ്ലാം ആദരിച്ചു. അവർക്കൊരു ചിലവുമില്ല. അവരുടെ ആജീവനാന്ത ചിലവ്, ഒരു വിവാഹത്തോടുകൂടെ ആജീവനാന്ത ചിലവ് ഏറ്റെടുക്കുന്നത് പുരുഷനാണ്. എന്നിട്ടും സ്വത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എത്രമാത്രം അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, അടിക്കടി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ തന്നെയാണ് സമസ്ത നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായും അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നു സമസ്ത നേതാവിന്റെ ഭാഗത്തു നിന്നും. എന്താണ് വിവരങ്ങൾ? രോഹിണി, വീണ്ടും തുടർച്ചയായി സ്ത്രീവിരുദ്ധ പരാമർശവുമായി സമസ്ത രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ കൃത്യമായി തന്നെ പുരുഷന്റെ സ്വത്തിൽ സ്ത്രീക്ക് ഒരവകാശവും നൽകണ്ട എന്നാണ് സമസ്ത നേതാവ് കൂടിയായിട്ടുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ കൂടിയായിട്ടുള്ള അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നതോടുകൂടി അവൾക്ക് മറ്റ് ചിലവുകളൊന്നുമില്ല, അവളുടെ എല്ലാ കാര്യങ്ങളും പുരുഷനാണ് നോക്കുക, പിന്നെ എന്തിനാണ് അവൾക്ക് സ്വത്തിന്റെ പകുതി ഒരു സ്ത്രീക്ക് നൽകുന്നത്? അതിന്റെ ആവശ്യമില്ല. വിവാഹം കഴിഞ്ഞാൽ സ്ത്രീക്ക് മറ്റ് ചിലവുകൾ ഒന്നുമില്ല എന്നാണ് ഈ സമസ്ത നേതാവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തിന്റെ പാതി പോലും നൽകുന്നുണ്ട്. അത് മഹത്വരമായ ഒരു കാര്യമാണ്. ഇനി അങ്ങനെ നൽകിയില്ലെങ്കിൽ പോലും അതിലൊരു പ്രശ്നവുമില്ല എന്നാണ് ഈ സമസ്ത നേതാവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സമസ്ത എല്ലാ കാലത്തും സ്ത്രീവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ ഒരു പൊതു സമൂഹത്തിന് മുന്നിൽ അവർ പലപ്പോഴും പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി സ്റ്റേജിൽ എത്തിയതിന്റെ പേരിൽ ആ കുട്ടിയെ അപമാനിച്ച് അവിടെ നിന്ന്, ഒരു പെൺകുട്ടി ആയതിന്റെ പേരിൽ അവിടെ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ട വാർത്തയൊക്കെ നമ്മൾ കൊടുത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ അത്തരത്തിൽ സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സമസ്തയുടെ ഭാഗത്ത് നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളെ എപ്പോഴും രണ്ടാം തരക്കാരായി കാണുന്ന നിലപാട് തന്നെയാണ് സമസ്തയ്ക്കുള്ളത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് സമസ്ത നേതാവ് അബ്ദുൾ മുസ്ലിയാറിന്റെ ഈ വാക്കുകളിൽ നിന്ന്. അതിൽ എടുത്തു പറയേണ്ടത്, ഈ സമസ്ത വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡിന്റെ ചെയർമാൻ കൂടിയാണ് ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് എന്നതാണ്. അതായത് സ്ത്രീ എപ്പോഴും പുരുഷന് പുറകിലാണ്, സ്ത്രീക്ക് പുരുഷന് പിന്നിലാണ് എന്നാണ് സമസ്തയുടെ നിലപാട്. അത് തുറന്നു പറയാനും തങ്ങൾക്കൊരു മടിയുമില്ല എന്നാണ് ഈ നേതാവിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമ്മൾ സമൂഹം ഇത്രയധികം പുരോഗമനപരമായി ചിന്തിക്കുന്നിടത്ത് എത്തിക്കഴിഞ്ഞു. സ്ത്രീക്കും പുരുഷനും തുല്യരാണ് എന്ന് എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് സമസ്ത പോലുള്ള ഒരു മത സംഘടന ഇത്തരത്തിൽ സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തിൽ അവകാശം കൊടുക്കുന്നത് തന്നെ മഹത്വരമായ ഒരു കാര്യമാണ്. അത് ഒരു പുരുഷന്റെ സ്വത്തിൽ ഒരു സ്ത്രീക്ക് അതിൽ മുഴുവൻ തുല്യമായ അവകാശമില്ല, അതിലൊരു പകുതി മാത്രമാണ് നൽകുന്നത്. അതുപോലും മഹത്വരമായ കാര്യമാണ്. ഇനി അങ്ങനെ നൽകിയിട്ടില്ലെങ്കിൽ പോലും അതിൽ വലിയ കാര്യമില്ല. മാത്രമല്ല, വിവാഹം കഴിക്കുന്നതോടുകൂടി സ്ത്രീക്ക് എന്താണ് ചെലവ് ഉള്ളത്, എല്ലാ കാര്യങ്ങളും പുരുഷനല്ലേ നോക്കുന്നത് എന്നാണ്. അതായത് പ്രാകൃത സമൂഹത്തിൽ നിന്നുകൊണ്ടാണ്, ആ മനോഭാവം മാറാതെ ഈ പുരോഗമന സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് ആ രീതിയിൽ ചിന്തിക്കുകയാണ് സമസ്ത നേതാവ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും സമസ്ത നേതാവിന്റെ ഈ പരാമർശത്തോടുകൂടി വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ മുൻപും ഇത്തരത്തിൽ സമസ്തയുടെ ഭാഗത്ത് നിന്ന് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ പോലും ഇടതുപക്ഷ നവോത്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇടതുപക്ഷ നവോത്ഥാന നായകന്മാരിൽ നിന്നൊന്നും തന്നെ ഇത്തരത്തിൽ ഇതിനെതിരെ ഒരു പരാമർശം പോലും നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്ത നേതാവിന്റെ ഈ പച്ചയായ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരാനാണ് വരും ദിവസങ്ങളിൽ സാധ്യത. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.